Hey, this is Coffee with Finance, episode number 5. ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റ് ന്യൂസ് എന്താ വെച്ചാൽ നരേന്ദ്രമോദിന്റെ ടോട്ടൽ വെൽത്ത് എത്രയാണെന്ന് അറിയോ? ഏകദേശം 3.43 രൂപയാണ്. അതായത് SBI FD വരുന്ന ഏകദേശം 3.26 കോടി രൂപ. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഏകദേശം 9.74 ലക്ഷം. പിന്നെ ഒരു 4 ഗോൾഡ് റിംഗ് ഉണ്ട്. ഇത് ഏകദേശം 3.10 ലക്ഷം രൂപ. ഇത്രയാണ് നരേന്ദ്രമോദിയുടെ 2025 മാർച്ച് 31 ടോട്ടൽ വെൽത്ത് എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്താ, ചെറിയൊരു ഗ്ലിച്ച് കൊണ്ട് ഏകദേശം 40 കോടി രൂപയാണ് മൊബിക്വിക്കിന് 2 ദിവസം കൊണ്ട് നഷ്ടമായത്. അതായത് സാധാരണയായിട്ട് ഡിക്ലൈൻഡ് ആകുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അന്ന് സക്സസ്ഫുൾ ആയി. ആൾക്കാർ ഇത് കറക്റ്റ് ടൈം നല്ല രീതിയിൽ മുതലാക്കി. അതായത് 2 ദിവസം കൊണ്ട് ഏകദേശം 5 ലക്ഷത്തോളം ട്രാൻസാക്ഷൻസ് നടന്നു. അക്കൗണ്ടിൽ പൈസ ഇല്ലാണ്ടാണ് ഇതൊക്കെ സക്സസ്ഫുൾ ആകുന്നത്. ഇപ്പോൾ അവർ ഇത് പരിഹരിച്ചിട്ട് ഏകദേശം 2000-ലധികം മെർച്ചൻ്റ് അക്കൗണ്ട്, 2500-ലധികം നോർമൽ ബാങ്ക് അക്കൗണ്ടും ഒരു ഫ്രീസ് ചെയ്ത്. എന്നിട്ട് ഓർക്ക് ഏകദേശം ഒരു 14 കോടി രൂപയോളം ഓർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി ഏകദേശം ഒരു 26 കോടി രൂപയോളം ഇപ്പോൾ ഓർക്ക് ലോസാണ്. അടുത്ത ന്യൂസ് എന്താ വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലെ ഓരോ 30 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു മില്യണയർ ഉണ്ടാകുന്നത്. ഹുറൂൺ ഇന്ത്യ വെൽത്ത് റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ 2021 മുതൽ 25 വരെ ഇന്ത്യയിലെ മില്യണേഴ്സിന്റെ എണ്ണം 4.58 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 8.71 ലക്ഷത്തിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ 30 മിനിറ്റിലാണ് ഇന്ത്യയിൽ ഒരു മില്യണയർ ഉണ്ടാവുന്നത്. വെറും 4 വർഷം കൊണ്ട് 4 ലക്ഷത്തിലധികം മില്യണേഴ്സ് ആണ് ഇന്ത്യയിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 8.5 കോടി വെൽത്തുള്ള ഒരാളെയാണ് മില്യണയർ എന്ന് പറയുന്നത്. അതായത് $1 മില്യൺ. മുംബൈ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആയിട്ടുള്ളത് മില്യണേഴ്സിന്റെ എണ്ണത്തിൽ. ക്രെഡ് അവരെ പുതിയ 18 ക്യാരറ്റ് ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നു. അവരെ പ്രീമിയം കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം. ക്രെഡിന്റെ കൂടെ ഇൻഡസ്ഇൻഡ് ബാങ്കും റുപ്പിയും കൂടി ചേർന്നിട്ടാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്ത്യയിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്ക് പറയാം, നോക്കാം. സോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് ന്യൂസ്.